നമുക്ക് ഈ മാങ്ങ ഒരു വർഷം സൂക്ഷിക്കാനായിട്ട് എന്താ ചെയ്യണ്ടേന്ന് നോക്കാട്ടാ. നമുക്ക് ആദ്യം തന്നെ ഈ മാങ്ങ കഴുകിയിട്ട് ഇങ്ങനെ തുണി ചെത്തണം. എല്ലാതും ഇങ്ങനെ കണ്ട ഒരേ വലുപ്പത്തിൽ ഇങ്ങനെ നോക്കണ്ട. മാങ്ങ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്നറിയോ? ഇനി നമുക്ക് എന്താ പഞ്ചസാര. ഇത് പഞ്ചസാരയാണ്. ഈ പഞ്ചസാരയിൽ നിന്ന് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇടാം. അതുപോലെ തന്നെ നമുക്ക് ഇത് വിനാഗിരിയാണ്. ഈ വിനാഗറിയിൽ നിന്ന് നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അരിയിക്കണം. ഇതെല്ലാം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മാങ്ങ കഷ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഉണ്ടോ? ഈ എല്ലാം മാങ്ങി ഇതിലേക്ക് ഇങ്ങനെ മുങ്ങത്തക്ക രീതിയിൽ മാങ്ങ മുങ്ങിക്കിടക്കണം. മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ അതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് കേട്ടാണ്. ഒരു 5 മിനിറ്റ് ഈ മാങ്ങ ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നമുക്കിത് 5 മിനിറ്റ് ആയതിന് ശേഷം ഒന്നും കൂടി ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വെള്ളം മാറ്റിയെടുക്കണം. ഇതിങ്ങനെ വെള്ളം മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടാ. ഇതിങ്ങനെ വെള്ളം മാറ്റിയെടുത്ത് കുറച്ച് നേരം ഇങ്ങനെ വെള്ളം മാറാൻ വേണ്ടി നമുക്കിതിങ്ങനെ വെക്കാം. ഇത് നന്നായിട്ട് വെള്ളം മാറിയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം മാറിയതിന് ശേഷം നമുക്കിത് ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് ഇതിൻ്റെ കോട്ടൺ തുണിയിലിട്ടിട്ട് നമുക്കതൊന്ന് വെള്ളം തുടച്ചെടുക്കാം. വെള്ളം മുഴുവനും ഇതിങ്ങനെ ഒപ്പിയെടുക്കാം. ഈ മാങ്ങയിൽ ജലാംശം മൊത്തം ഇങ്ങനെ തുണി കൊണ്ട് തുടച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ മാങ്ങ മറ്റൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വേണ്ട മാങ്ങ. ഈ മാങ്ങ നമുക്ക് ഇനി 2 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചിട്ട് വരാം കേട്ടോ. കണ്ട ഈ മാങ്ങ ഇപ്പോൾ 2 മണിക്കൂറായി. നന്നായിട്ടൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വലിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സിബ്ലോക്ക് കവറിൽ ഈ മാങ്ങയിടാം. ഇതിൽ സിബ് സാവധാനം പോലെ ഇങ്ങനെ ഇതിലെ എയറെല്ലാം കളഞ്ഞ് തട്ടി ഇതിൻ്റെ എയറെല്ലാം കളഞ്ഞ് ഒരു സൈഡിൽ നിന്ന് പതുക്കെ ലോക്കായിട്ട് കൊണ്ടുവരാം. ഇതിൽ എയർ നിൽക്കരുത്, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ മാങ്ങ 1 വർഷത്തിൽ കൂടുതൽ കേടാവാതെ പച്ചമാങ്ങയുടെ അതേ ടേസ്റ്റോടും കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ മതി. നിങ്ങൾ എല്ലാവർക്കും ചെയ്ത് നോക്കാമല്ലോ അല്ലേ? ഞാനിതിങ്ങനെ 6 വർഷത്തോളമായിട്ട് ഇങ്ങനെ എല്ലാ വർഷവും ഉപയോഗിക്കുന്നതാണ്. പച്ചമാങ്ങയുടെ അതേ ടേസ്റ്റിനെ കിട്ടും. പിന്നെ നമുക്കിതിൽ അച്ചാറുണ്ടാക്കാനോ മീൻകറിയിലിടാനോ ചമ്മന്തി അരയ്ക്കാനോ എന്ത് നമ്മൾ പച്ചമാങ്ങ കൊണ്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ അതേ ടേസ്റ്റിൽ നമുക്ക് ചെയ്യാം. ഒന്ന് പരീക്ഷിച്ച് നോക്കല്ലേ?